അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിനകത്ത് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ നോക്കിയ ഹേരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലുകയും പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കുകയും ചെയ്തു. പക്ഷേ ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ 12-ാമത്തെ അധ്യായം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഹേരോദാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി ഹേരോദാവിനെ അടിച്ചു, കൃമിക്കിരയായി അവൻ പ്രാണനെ വിട്ടു. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കിയവൻ്റെ അന്ത്യം ഭയാനകമായിരുന്നു. എന്നാൽ യഹൂദ രാജാക്കന്മാരിൽ മൂന്നാമനായിരിക്കുന്ന ആസ ദൈവത്തിന് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആസ ശ്രമിച്ചപ്പോൾ ആസയ്ക്ക് ദൈവം 10 സംവത്സരം സ്വസ്ഥത കൊടുത്തു. ഒരു ദിവസം കൊണ്ട് ആ സ്വസ്ഥത അവസാനിച്ചില്ല, ഒരു ആഴ്ച കൊണ്ട് അവസാനിച്ചില്ല, ഒരു മാസം കൊണ്ട് അവസാനിച്ചില്ല, ഒരു വർഷം കൊണ്ട് അവസാനിച്ചില്ല. നീണ്ടു നിൽക്കുന്ന ഒരു സ്വസ്ഥത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കിയവന്, ദൈവഹിതമനുസരിച്ച് നടന്നവന് ദൈവം കൊടുത്തെങ്കിൽ ഏതൊക്കെയോ മേഖലകൾക്കകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, നേരെ ജോലി ചെയ്യുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ, ഒന്ന് കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ, ആഹാരം പോലും കഴിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ, നല്ലപോലെ ശുശ്രൂഷിക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ എവിടേക്കെയോ നിന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിന്നോടുള്ള ദൂതാണ്. നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത ദൈവം മടക്കി തരും. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കാതെ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു സ്വസ്ഥത കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ഒരുക്കുന്നുണ്ട്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത്, ശുശ്രൂഷ മേഖലകൾക്കകത്തെല്ലാം ഈ സ്വസ്ഥത ദൈവം നിനക്ക് തരും. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നിൽക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരിക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.